കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ഒരു ആരാധനയാണ് വേദപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആരാധന, അവിടെ ഒരു ആരാധന വെളിപ്പെടുന്നു. ആരാധന നടുവിൽ പാപം വെളിപ്പെടുന്നു. പാപത്തിൻ്റെ നടുവിൽ പാപത്തെ മാറ്റുവാൻ അത്ഭുതം വെളിപ്പെടുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 6:1 വായിക്കുമ്പോൾ ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതിൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യെശയ്യാവിൻ്റെ പുസ്തകം 1 മുതൽ പ്രവചിച്ച ഒരു പ്രവാചകനാകുന്ന യെശയ്യാവ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി അവിടെ കാണുകയാണ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നത് കണ്ടു. സാറാഫുകൾ എൻ്റെ കർത്താവിന് ചുറ്റും നിന്ന്, ഓരോ സാറാഫിനും 6 ചിറകുണ്ടായിരുന്നു. അതുകൊണ്ട് 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുവനോടൊരുവൻ ദൈവത്തെ നോക്കുന്നില്ല. സാറാഫുകൾ കർത്താവ് ആരാധിക്കാൻ വിട്ടിരിക്കുന്ന സാറാഫുകളാണ്. അവർക്ക് പോലും ദൈവത്തെ നോക്കാൻ ഭയം. അവർ ദൈവത്തെ നോക്കുന്നില്ല. ഒരുത്തനോടൊരുത്തൻ കണ്ടോ, ദൈവത്തെ നോക്കിയെന്നല്ല, ഒരുത്തനോടൊരുത്തൻ. ദൂതൻ അടുത്ത ദൂതനിലേക്ക്, സാറാഫ് അടുത്ത സാറാഫിലേക്ക് നോക്കുകയാണ്. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെന്ന് ആർത്ത് പറഞ്ഞു. സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സർവ്വഭൂമി പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൂതന്മാർ ആരാധിച്ചപ്പോൾ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആ നിമിഷം, ആലയത്തിനകത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞ നിമിഷം, എൻ്റെ അപ്പനെ കണ്ട നിമിഷം, സാറാഫുകൾ ആരാധിച്ച നിമിഷം, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ നിമിഷം, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയ നിമിഷം, പാപം സംസാരിച്ച, ശുദ്ധിയില്ലാത്ത അധരമുള്ള 1 മുതൽ 5 അധ്യായം വരെ പ്രവചിച്ച യെശയ്യാവ് അലറി വിളിക്കുകയാണ്. യെശയ്യാവ് പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. യെശയ്യാവിൻ്റെ നാശത്തെക്കുറിച്ച് യെശയ്യാവ് തന്നെ കാണുകയാണ്. യെശയ്യാവിൻ്റെ കഷ്ടത്തെക്കുറിച്ച് യെശയ്യാവ് കാണുകയാണ്. അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. 2 യെശയ്യാവ് പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. 3, ഞാൻ ശുദ്ധിയില്ലാത്ത അധരം ഉള്ളവൻ. 1 കഷ്ടം, 2 ഞാൻ നശിച്ചു, 3 ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവൻ. അടുത്ത് 4, ശുദ്ധിയില്ലാത്ത അധരം ഉള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. 5,
എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പാപത്തെ ഉണർന്നു, കുറവുകളെ ഉണർന്നു. ഇന്ന് നമ്മുടെ ആരാധന എങ്ങനെയാണ്? ആരാധനയ്ക്കകത്ത് കുറവുകൾ ഉണരാറുണ്ടോ? തെറ്റുകൾ ഉണരാറുണ്ടോ? അപ്പനോട് പറയാറുണ്ടോ, അതെ അപ്പാ, അയ്യോ ഞാൻ നശിച്ചു, അയ്യോ എൻ്റെ യേശുവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, അങ്ങയുടെ ശക്തിയെ പകരണമേ, അങ്ങയുടെ ജീവനെ പകരണമേ. അയ്യോ എൻ്റെ നാവിന് ശുദ്ധിയില്ല, എൻ്റെ കണ്ണിന് ശുദ്ധിയില്ല, എൻ്റെ ശരീരത്തിന് ശുദ്ധിയില്ല. യെശയ്യാവ് എൻ്റെ യേശുപ്പനെ കണ്ടപ്പോൾ അവൻ്റെ കുറവുകൾ ഉണർന്നു. നമ്മൾ അപ്പനെ കാണുമ്പോൾ, നമ്മൾ ആരാധന നടുവിലെ, പ്രാർത്ഥനയുടെ നടുവിലെ നമ്മൾ ഓരോ സെക്കൻഡും എൻ്റെ ദൈവത്തെ കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഭാവങ്ങൾ വെളിപ്പെട്ട് വരും. യെശയ്യാവിൻ്റെ ജീവിതത്തിനകത്ത് തൻ്റെ ജീവിതത്തിനകത്തുള്ള കുറവ് അല്ലെങ്കിൽ പാപം വെളിപ്പെട്ട് വന്നു. യെശയ്യാവ് അലറി കരയാൻ തുടങ്ങി, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അത്തരമുള്ളവൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അത്തരമുള്ളവരുടെ നടുവിൽ വസിക്കുന്നു. മാത്രമല്ല അയ്യോ അയ്യോ എനിക്ക് കട്ടം, ഞാൻ നശിച്ചു, അയ്യോ ഒരു കട്ടം. യെശയ്യാവ് പറയാണ്, എനിക്ക് കട്ടം. യെശയ്യാവിന് കട്ടം, യെശയ്യാവ് നശിച്ചു. അടുത്ത് ശുദ്ധിയില്ലാത്ത അത്തരമുള്ളവരുടെ നടുവിൽ വസിക്കുന്നു. തീർന്നില്ല, വീണ്ടും പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞലറുകയാണ്, ഭാരപ്പെടുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് യെശയ്യാവിന് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മുടെ കർത്താവിനെ നമ്മൾ കാണാറുണ്ടോ? നമ്മുടെ കുറവുകൾ ഉണരാറുണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്ത് വന്നു പോകുന്ന തെറ്റുകൾ നമ്മൾ കണ്ടിട്ടും കാണാതിരിക്കുകയാണോ? ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾ എവിടെ ഇരുന്ന് കേട്ടാലും, ഏത് സമയത്ത് കേട്ടാലും, പ്രിയ പൈതലെ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മുട്ടുമടക്കി, അപ്പാ എന്നോട് മനസ്സറിയണമെന്ന്, എന്നോട് കരുണ കാണിക്കണമെന്ന്, ആ രക്തം കൊണ്ട് എന്നെയും കഴുകണമെന്ന്. എൻ്റെ കണ്ണ് ശരിയല്ല കർത്താവേ, എൻ്റെ നാവ് ശരിയല്ല അപ്പാ, എൻ്റെ നോട്ടം ശരിയല്ല, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ യാത്രകൾ ശരിയല്ല, എൻ്റെ ഹൃദയം ശരിയല്ലപ്പാ, പാപം നിറഞ്ഞിരിക്കുന്നു. അയ്യോ സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ, അയ്യോ ഞാൻ നശിച്ചു, അയ്യോ എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് കർത്താവിനോട് പറയാമെങ്കിൽ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, കർത്താവിലേക്ക് നോക്കിയാൽ, ആ ക്രൂശിലേക്ക് നോക്കിയാൽ, ക്രൂശ് മരണത്തിലേക്ക് നോക്കിയാൽ, എൻ്റെ സകല പാപത്തെ ചുമന്നുകൊണ്ട് യേശു വീണ്ടും എഴുന്നേറ്റ് പോകുന്നത് ഓർത്താൽ, അത് വിശ്വസിച്ചാൽ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാണ്. ആ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയെ വ്യാപരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ഒരുപാട് പേർക്ക് ഈ വചനം കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും, ഇന്ന് ആരെല്ലാം അംഗീകരിക്കുന്ന മക്കളെ, ആരെല്ലാം അംഗീകരിക്കുന്ന മക്കളുടെ അടുക്കൽ ഇറങ്ങി വന്ന് ആ രക്തം കൊണ്ട് കഴുകി വീണ്ടും ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിവുള്ള യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാപ്പുകളുടെ ഒരുത്തൻ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ താങ്കൾ ആരായാലും ശരി, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കാമെങ്കിൽ, അപ്പൻ്റെ അടുക്കലേക്ക് വന്ന് പറയാമെങ്കിൽ, അപ്പാ ഞാൻ ശുദ്ധിയില്ലാത്തവന്, ദൈവ സാന്നിധ്യം ഉള്ള അടുക്കൽ നിന്നപ്പോൾ, കർത്താവാകുന്ന ദൈവത്തിൻ്റെ അടുക്കൽ നിന്നപ്പോൾ യെശയ്യാവിന് നിൽക്കാൻ പറ്റിയില്ല. തൻ്റെ പാപം ഉണർന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 1, 2, 3, 4, 5 അധ്യായങ്ങൾ പ്രവചിച്ച പ്രവാചകൻ്റെ സ്തോത്രം ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു വിഷമമായി. തൻ്റെ പാപം തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു നിന്നു. ആ പാപ സ്വഭാവങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ വന്നു. അലറി കരയാൻ തുടങ്ങി. കരയുമ്പോൾ സ്വർഗം മാറിപ്പോയില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ വ്യത്യസ്ത വിഷയത്തോടെ, എനിക്കും പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല കർത്താവേ, എന്നെയും കൂടി രക്ഷിക്കണമെന്ന് കർത്താവ് യേശുവിൻ്റെ മുൻപിൽ പറയുകയാണെങ്കിൽ, ശരണത്തിനായി ഓടി വരുന്ന ഒരു മക്കളെയും തള്ളിക്കളയാത്ത ദൈവം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നെയും കൂടി രക്ഷിക്കണമേ കർത്താവേ എന്ന്, യേശുവേ എനിക്കും പാപത്തിൽ നിന്നൊരു രക്ഷ വേണമെന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്ന മക്കളെ രക്ഷിക്കുവാൻ യേശു കർത്താവ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സമീപത്തുണ്ട്. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി. അവരുടെ മുഖം ലജ്ജിച്ചില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിലവിളിക്കുമ്പോൾ പോകുന്നൊരു ദൈവമല്ല, നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവം, നിലവിളിക്കുമ്പോൾ നിലവിളടുക്കൽ ഇറങ്ങി വന്ന് ശ്രദ്ധിക്കുന്ന ദൈവം, മാത്രമല്ല പാപക്ഷമ ചോദിക്കുമ്പോൾ രക്തം കൊണ്ട് കഴുകുന്ന ദൈവം. യേശുവേ എൻ്റെ പേരും കൂടെ അങ്ങയുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതുന്ന കർത്താവ്, യേശുവേ എനിക്ക് അങ്ങിൽ ജീവിക്കണം അപ്പാ, അങ്ങ് എന്നിൽ നിറയണമെന്ന് പറയുമ്പോൾ നമ്മളിൽ നിറയുന്ന കർത്താവ്, കരുണയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം, അകൃത്യത്തെ മോചിപ്പിക്കുന്ന ദൈവം, പാപത്തെ കണക്കിടാത്ത ദൈവം, അതിനെ കളയുന്ന ദൈവം, രക്താംബരം പോലെ ഉള്ള പാപത്തെയും
കർത്താവ് കഴുകി പഞ്ഞി പോലെ ആക്കുന്ന ദൈവം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലേ, യെശയ്യാ വലർക്കരയാൻ തുടങ്ങിയപ്പോൾ ഒരു സാറാഫ് എന്ത് ചെയ്യുന്നറിയാമോ? കൊണ്ടിൽ കൊണ്ടൊരു തീക്കല്ലെടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നു 6-ാം വാക്യം, അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊണ്ടിൽ കൊണ്ട് ഒരു തീക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ ആധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടെ തന്നെ ഒരു സാറാഫുകൾ ഒരുത്തൻ ഒരു കൊടിൽ കൊണ്ടൊരു തീക്കല്ലെടുത്ത് യെശയ്യാവിൻ്റെ നാവിനെ തൊടുവിക്കുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ആ രക്തം കൊണ്ട് കഴുകുവാൻ ശക്തിയുള്ള കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട്. ഒന്ന് വിളിച്ചാൽ, അപ്പാ യേശുവേ, ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ ഇന്ന കുഴപ്പങ്ങളുണ്ട്. എൻ്റെ അപ്പനെ കാണേണ്ട വണ്ണം ഒന്ന് കണ്ടാൽ നമ്മുടെ കുറവുകളൊന്നും ഉണരും. നമ്മൾ അപ്പൻ്റെ സ്നേഹത്തിലേക്കൊന്ന് ചെല്ലാമോ? 2000 വർഷം മുമ്പ് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സകലത്തെയും വിട്ടു തന്ന ഒരു പിതാവുണ്ട് സ്നേഹിതരെ. തൻ്റെ ഏകജന പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ പാവികൾക്ക് വേണ്ടി അയച്ചിരുന്നു. ആ പാവികൾ പ്രധാനിയാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രധാനികളായി നമ്മളെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചിരുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പിതാവിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ആരൊക്കെ പറയും യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. യേശു കർത്താവ് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കർത്താവ് ഇറങ്ങി വന്നു. നമ്മുടെ പാപത്തെ പോക്കാൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ, ഏത് പാപിയെയും വിശുദ്ധ പൈതലാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, കർത്താവിൻ്റെ അടുക്കലേക്ക് ഇന്നും അടുത്തു വരാമെങ്കിൽ, വിടുവിക്കുന്നൊരു കർത്താവ്, രക്ഷിക്കുന്നൊരു കർത്താവ്, അത്ഭുതം ചെയ്യുന്നൊരു കർത്താവ്, അതിശയം ചെയ്യുന്നൊരു കർത്താവ്, അടയാളം ചെയ്യുന്നൊരു കർത്താവ് നിൻ്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നത് പറഞ്ഞു. സ്തോത്രം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. നോക്കി, അവിടെ കർത്താവിൻ്റെ ശബ്ദവും യെശയ്യാവ് കേട്ടു. യെശയ്യാവ് ദൈവ ശബ്ദം കേട്ടു. തൻ്റെ പാപം അറിഞ്ഞു, താൻ നശിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിലവിളിക്കാൻ തുടങ്ങി. ദൂതന്മാരെ കണ്ടു, തീർന്നില്ല. പാപം കണ്ടു, ശുദ്ധിയില്ലാത്ത അധരമെന്ന് കണ്ടു, അങ്ങനെ നടുവിൽ വസിക്കുന്നു എന്ന് കണ്ടു, തീർന്നില്ല. നിലവിളിക്കുമ്പോൾ ദൂതൻ തീക്കനൽ കൊണ്ട്, പാപത്തെ കത്തിക്കുന്ന തീക്കനൽ ഇന്ന് നമ്മുടെ മേൽ വീഴട്ടെ. ജീവിതത്തിനകത്ത് വരുന്ന അശുദ്ധിയെ ചാരമാക്കുന്ന, പാപത്തിൻ്റെ കോട്ടകളെ കത്തിക്കുന്ന, ഒരു തിളങ്ങുന്ന മുത്താക്കി പുറത്തെടുക്കുന്ന, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന നിലവാരത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വമായി പുറത്തു വരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പൈതലാക്കി മാറ്റുവാൻ ദൈവശക്തനാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, അയ്യോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഇനി എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നീ ഭാരപ്പെടുന്നുവോ? പേടിക്കേണ്ട. യേശു കർത്താവ് പറയും, മക്കളെ, നിന്നെ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ നിന്നെ പണിത് പുറത്തെടുക്കും. ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? സാറാഫുകൾ ആരാധിച്ചപ്പോൾ യെശയ്യാവ് തൻ്റെ പാപം വെളിപ്പെട്ടു. അവിടെ ദൈവ സാന്നിധ്യം യെശയ്യാവ് കണ്ടു. തനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ആ നിലവിളിയുടെ നടുവിൽ ദൂതൻ തീക്കനലിട്ടു. അയാളുടെ പാപം നീങ്ങിപ്പോയി. ഇന്ന് പാപത്തെ പൊക്കുവാൻ ഒരുവരെ കഴിവുള്ളൂ, അത് യേശു ക്രിസ്തു അത്രേ. മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഒരു നേർച്ച കാഴ്ച കൊണ്ട് പാപം നീങ്ങത്തില്ല. വേറെ ഒന്നും, സമ്പത്ത് കൊടുത്താൽ പാപം നീങ്ങത്തില്ല. പാപം നീങ്ങുവാൻ വേറെ ഒരു യാഗവും ഇല്ല. ഒരേ ഒരു യാഗത്തിലൂടെ നമ്മുടെ പാപത്തെ നീക്കുവാൻ ഒറ്റ യാഗത്താൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചു. ആ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ യേശുവിലേക്ക് നോക്കിയാൽ ഏത് പാപിക്കും മോചനമുണ്ട്, ഏത് പാപിക്കും വിടുതലുണ്ട്, ഏത് പാപിക്കും രക്ഷയുണ്ട്, ഏത് പാപിക്കും വിടുതലുണ്ട്. ആ യേശുവിലേക്ക് നോക്കാം, യേശുവിലേക്ക് നോക്കാം. യേശു മാത്രം കർത്താവ്. ആ സത്യദൈവത്തിലേക്ക് നോക്കി കുറവുകളെ ഉണർന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൻ്റെ പൈതലായി കർത്താവിൻ്റെ വരവോരം ജീവിച്ച് ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സ്വർഗം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നപ്പാ. വ്യത്യസ്ത വിഷയത്തോടെ പ്രിയമക്കളിരിക്കുമ്പോൾ എൻ്റെ പാപം ആര് ക്ഷമിക്കും, എൻ്റെ ജീവിതത്തിനകത്ത് എന്തും ആര് മാറ്റം തരും എന്ന് പറയുന്ന സാഹചര്യങ്ങളിലും ഇവരെ കാണുന്ന ദൈവം, യെശയ്യാവിനെ കണ്ട ദൈവം, ഈ കർത്താവെ, ഈ മക്കളെയും ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കാണുന്നതിനായി സ്തോത്രം. ആ പാവക്കറകളെ ക്ഷമിച്ച് സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് സന്തോഷം കൊടുത്ത് നശിച്ചു പോകാതെ
പോകാതെ വണ്ണം, നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം, നാശത്തീക്കകത്ത് വീഴാതെ വണ്ണം ആ രക്തം കൊണ്ട് കഴുകി യേശുവിൻ്റെ മുൻ മുട്ടുമടക്കുവാൻ, ആ ക്രൂശിൻ്റെ വചനത്തെ വിശ്വസിക്കുവാൻ, ആ ക്രൂശിലുള്ള വിടുതൽ പ്രാപിക്കുവാൻ, ആ രക്തത്തിൻ്റെ ശക്തിയാൽ നിറയുവാൻ, ആത്മാവിൽ നിറയുവാൻ, ക്രിസ്തുവിന് ഇഷ്ടമുള്ള പാത്രങ്ങളായി പുറത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് സഹായിക്കണപ്പാ. അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന മക്കൾ എത്ര വേദന കൊണ്ടിരുന്നാലും ആ വേദനകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, ആശ്വാസവും സന്തോഷവും സമാധാനവും തണുപ്പും സ്വസ്ഥതയും എല്ലാവരുടെ മേൽ വരട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ആരെല്ലാം തളർന്നിരിക്കുന്നപ്പോൾ അവരുടെ തളർന്നിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റി ദൈവിക സ്വസ്ഥതയും സമാധാനം കൊടുക്കും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.